യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഈ വാക്കുകൾ പോലെ ദൈവമാകുന്ന വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അതനുസരിച്ച് പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ? അവിടുത്തെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നാം അവിടുത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിത്തീരുന്നു. ധാർമ്മിക ജീവിതത്തിൽ നമ്മെ വളർത്തുന്നതും പരിപാലിക്കുന്നതും അവിടുത്തെ ദൈവവചനമാണ്. ആ വചനത്തിൻ്റെ പ്രകാശത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്കായി ഇന്ന് സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഷമാ ഇസ്രായേൽ എന്ന ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും വലിയ സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വളരെ മനോഹരമായൊരു വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ലജ്ജിക്കപ്പെടാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ, എല്ലാ മേഖലകളിലും ഉന്നതി പ്രാപിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം ഒന്ന് ശ്രവിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 11 മുതലുള്ള വചനങ്ങളാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ആരംഭത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിതരാവുകയില്ല, അല്ലെങ്കിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഹൃദയം നുറങ്ങി ദൈവമേ എന്ന് വിളിക്കുന്നവന് ലോകത്തിലെ മറ്റാരുടെയും മുമ്പിൽ, മറ്റൊന്നിൻ്റെയും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല, ലജ്ജിക്കേണ്ടി വരില്ല. ലജ്ജിക്കാൻ ദൈവം അനുവദിക്കില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ അതുപോലെ ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കർത്താവിൻ തരുന്ന രക്ഷയിൽ ആശ്രയിച്ച് പരിപൂർണ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവ പൈതലിന് ആരുടെയും മുമ്പിൽ ലജ്ജിക്കേണ്ടി വരികയില്ല, ലജ്ജിക്കാൻ ദൈവത്തെ അനുവദിക്കുകയില്ല. അത് വചനത്തിൻ്റെ സന്ദേശമാണ്. ഇത് കൂട്ടിച്ചേർക്കുന്നത് കാര്യമാണ്. അത് യഹൂദനായിക്കൊള്ളട്ടെ, ഗ്രീക്കുകാരനായിക്കൊള്ളട്ടെ, എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി അല്ലാതായിക്കൊള്ളട്ടെ, സ്വജാതീയനോ വിജാതീയനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസ്ഥ ആരുമായിക്കൊള്ളട്ടെ, ആരൊക്കെ ദൈവത്തെ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ, വിശ്വാസത്തിൽ അവനെ സ്വന്തമാക്കിയിട്ടുണ്ടോ, അവരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്.
ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. കാരിസ്മയിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന അനേകർ ഇന്ന് മറ്റു മതത്തിലുള്ളവരാണ്. ഇന്നലകളിൽ 10, 20, 25 വർഷമായിട്ട് ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ട്. ഇന്നലകളിൽ എവിടെയോ വെച്ച് ഇതുപോലൊരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി ആ നിമിഷങ്ങളിൽ ദൈവം അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ സാക്ഷ്യമാണ് അവരെ ഇന്നും സുവിശേഷത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. മഞ്ഞാക്കലച്ചൻ്റെ സമയം, കാരിസ്മോൻ്റെ ആരംഭം കുറിച്ചത് മഞ്ഞാക്കലച്ചനാണ്. 28 വർഷങ്ങളായി. ആ സമയത്ത് വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തവർ, അന്യമതത്തിലുള്ള അനേകർ വന്ന് പങ്കെടുക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ അച്ഛൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ദൈവം നേരിട്ടിറങ്ങി ഈശോയുടെ സ്നേഹം അനുഭവിച്ചവർ, സൗഖ്യം കിട്ടിയവർ, വലിയ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിച്ചവർ ഒത്തിരി പേരുണ്ട്. അവരിന്നും കാരിസ്മോനിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, വലിയ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. കാരണം ചോദിക്കുമ്പോൾ, അച്ഛോ ഞങ്ങൾക്ക് 20-25 വർഷം മുമ്പ് മഞ്ഞാക്കലച്ചൻ്റെ സമയത്ത്, അച്ഛൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ അങ്ങേയറ്റത്ത്, അന്ന് 10,000, 20,000, 30,000 പേര് വരും ഒരാഴ്ചയിലത്തെ കൺവെൻഷന്. പറമ്പിൻ്റെ അങ്ങേ മൂലയിലിരുന്ന് ആരും കാണാതെ മരത്തിൻ്റെ പുറകയിലിരുന്ന് വിങ്ങി പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ച സമയത്ത് അച്ഛൻ ഞങ്ങളുടെ പേര് വിളിച്ച് ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറഞ്ഞു. ആ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്തും ആ ദിവസം തന്നെ ദൈവം ഇടപെട്ടു. ഞങ്ങളുടെ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക ഇഷ്യൂസ് എല്ലാം കർത്താവ് എടുത്തു മാറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ഇതുപോലെ 20 വർഷം 25 വർഷമായിട്ടും കർത്താവിനെ വിട്ടു പോകാത്ത. യഹൂദനായിക്കൊള്ളട്ടെ, ഗ്രീക്കുകാരനായിക്കൊള്ളട്ടെ, ഏത് മതത്തിലുള്ളവനായിക്കൊള്ളട്ടെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ, അതുപോലെ ആഴമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, ഈ സത്യത്തിൽ വിശ്വസിച്ച്, ഇവൻ ദൈവത്തിൻ്റെ ഏകപുത്രനാണെന്ന് വിശ്വസിച്ച് അവനെ ഏറ്റുപറയാൻ നീ തയ്യാറാണെങ്കിൽ, അവനെ വിളിച്ചപേക്ഷിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതത്തിലും ദൈവം ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്, കൃത്യമായ കാര്യമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാ ധ്യാനത്തിനും കാരിസ്മയിൽ വരുന്ന, ഈ അടുത്ത കാലത്ത് കാരിസ്മയിൽ വന്ന് ധ്യാനം കൂടി കടന്നുപോയ ഒരു സഹോദരനും ഫാമിലി, ഒരു വൈഫും ഹസ്ബൻഡും കൂടിയാണ് വരുന്നത്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി ശനിയാഴ്ചത്തെ കൺവെൻഷൻ വന്നു. വരുമ്പോൾ കുറേ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് അവസാനം ഡോക്ടർ കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ടെന്ന് കാണിച്ചു. ബാക്കിയൊക്കെ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആദ്യത്തെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 വർഷമായിട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവസാനത്തെ റിസൾട്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടു, ഡോക്ടർ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, ഒരു തരി പോലും ക്യാൻസറിൻ്റെ ഒരംശം പോലും ശരീരത്തിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ലെന്ന്. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആൻഡ് സ്കാനിങ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഡോക്ടർ ഫൈനൽ കൺക്ലൂഷനായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ക്യാൻസറിൻ്റെ ഒരു തരി പോലും ഇതിനകത്തില്ല, മെഡിക്കേഷൻ പോലും ഇനി ആവശ്യമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സഹോദരൻ 2 വർഷങ്ങൾക്ക് മുമ്പ് കാരിസ്മോനിൽ ധ്യാനം കൂടാൻ വന്നതാ. അന്ന് ക്യാൻസർ 4th സ്റ്റേജ്. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ക്യാൻസറുമായി മല്ലിടുന്നവരുണ്ടെങ്കിൽ, അത് 3rd സ്റ്റേജോ 2nd സ്റ്റേജോ 4th സ്റ്റേജോ, ഡോക്ടർ മരണം വിധിയെഴുതിയ വ്യക്തികൾ ആരുമായിക്കൊള്ളട്ടെ, ഡോക്ടർ 2 മാസം അവധി പറഞ്ഞ 2 മാസം 2 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് ഡോക്ടർ വിധിയെഴുതിയ വ്യക്തി ധ്യാനം കൂടാൻ കാരിസ്മയിൽ വന്നു. ധ്യാന ദിവസങ്ങളിൽ ഇവരെ ഞാൻ കണ്ടു. ഈ ഫാമിലിയെ കണ്ടു, ഹസ്ബൻഡിനെ വൈഫിനെയും കണ്ടു. ഈ സഹോദരൻ ഇതിനകം തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് ഈ അവസ്ഥയെ സ്വീകരിക്കാനും മരണത്തെ സ്വീകരിക്കാനും തയ്യാറായി. പക്ഷേ മകൾ അതുപോലെ മാനസികമായി തകർന്നു. കാരണം ഡോക്ടർ വിധി എഴുതിയിരിക്കുന്നൊരവസ്ഥയാണ്. അവർ ധ്യാനത്തിന് വരുമ്പോൾ ശ്രദ്ധിക്കണം, ഇവർ 2 മാസം ഡോക്ടർ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു കൊണ്ട് ഈ സഹോദരൻ തന്നെ തൻ്റെ മരണത്തിന് മുമ്പ് തൻ്റെ ജീവിത പങ്കാളി കൂട്ടിക്കൊണ്ടുപോയി ആംബുലൻസ് ബുക്ക് ചെയ്തു. മരിച്ചു കഴിയുമ്പോൾ അന്നത്തെ പരിപാടിയെ കഴിയുമ്പോൾ കൊടുക്കേണ്ട ചായ, അതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പോയി കണ്ട് ഏർപ്പാടാക്കി. എല്ലാം കഴിഞ്ഞാൽ ധ്യാനത്തിന് വരുന്നത്. കാരണം 2 മാസം കൂടി ജീവിതമുള്ളൂ. അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചാണ് വരുന്നത്. പക്ഷെ ആ ധ്യാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അതുപോലെ കണ്ണുനീരോടെ നിലവിളിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു. 2 പേരും ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ അങ്ങോട്ട് എളിമപ്പെട്ട്
ഈശോയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ഇവിടെ ധ്യാനം കഴിഞ്ഞ് ചെന്നപ്പോഴേ കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. അതുവരെ ശരീരത്തിന് അസ്വസ്ഥതകൾ, ക്ഷീണം കൊണ്ട് പിന്നെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ മാറാൻ തുടങ്ങി. ഓരോരോ മേഖലകളിൽ കർത്താവ് കൈപിടിച്ചുയർത്താൻ തുടങ്ങി. പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ പോലും പറ്റില്ല എന്ന്, വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഡോക്ടർ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ സമ്മതിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പരിപൂർണമായ സൗഖ്യത്തിലേക്ക് കർത്താവ് നടത്തി. ഒന്നുമില്ല, ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു തരി പോലും ഇപ്പോൾ അവശേഷിപ്പിക്കുന്നില്ല. അന്നിവിടെ ഒന്ന് ധ്യാനം കൂടിയപ്പോൾ കർത്താവ് കൃത്യമായിട്ട് കൊടുത്ത സന്ദേശം, ഇങ്ങനെ ഈ മേഖലയിൽ കർത്താവ് അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുത്തുമെന്ന്. അത് വിശ്വസിച്ചു ദൈവത്തെ വിളിച്ചു. ബാക്കി ദൈവം ചെയ്തു. ദൈവം ആരാണ്? പ്രിയപ്പെട്ട, ദൈവം നീ ആരാണെന്ന് നോക്കുന്നില്ല, പക്ഷേ ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ഹൃദയം കൊടുത്ത് ജീവിതം സമർപ്പിച്ച് അവനെ വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷപ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. വിജാതീയനോ സ്വജാതീയനോ യഹൂദനോ ഗ്രീക്കുകാരനോ ആരുമാകട്ടെ, വചനം കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാ, അവർ തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. ഈ ലോക ജീവിതത്തിൽ ജനിച്ചു വീഴുന്ന സകലരും ക്രിസ്തുവിലാണ് ജനിച്ചു വീഴുന്നത്. അവനിൽ വേണ്ടി, അവനിലൂടെ, അവനെ കൂടാതെ ഒന്നും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ സകലരും, ക്രിസ്തുവിനെ അറിഞ്ഞവരോ ക്രിസ്തുവിനെ അറിയാത്തവരോ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരോ ക്രിസ്തു ദൈവമല്ല എന്ന് തള്ളിപ്പറയുന്നവർ ആരുമായിക്കൊള്ളട്ടെ, സകലരും ജനിച്ചു വീഴുന്നത് പോലും അവനിലാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതാണ് സത്യം. അവനത് അറിയാതെ പോകുന്നത് അവൻ്റെ പ്രശ്നം. അറിഞ്ഞവരൊക്കെ സ്വാതന്ത്ര്യവും സൗഖ്യവും വിടുതലും അനുഗ്രഹവും പ്രാപിച്ച് കടന്നു പോകുന്നു. അതുകൊണ്ട് വചനം പറയുന്നു, സകലരും, എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എല്ലാവരുടെ മേൽ തൻ്റെ സമ്പത്ത് വർഷിക്കും. തൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന സ്വർഗീയ സമ്പത്ത്, സ്വർഗത്തിൻ്റെ സമ്പത്ത്, വിശുദ്ധ ജീവിതത്തിൻ്റെ സമ്പത്ത്, ആത്മീയ വളർച്ചയുടെ സമ്പത്ത്, ദൈവാനുഗ്രഹത്തിൻ്റെ സമ്പത്ത്, ദൈവസ്നേഹത്തിൻ്റെ സമ്പത്ത്, ആത്മീയ വരദാനങ്ങളുടെ സമ്പത്ത്. അപ്പം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും ആർക്ക് വേണമെങ്കിലും കർത്താവിന് വരങ്ങൾ കൊണ്ട് നിറയ്ക്കാം, അഭിഷേകം കൊണ്ട് നിറയ്ക്കാം. കൗൺസിലിംഗ് ശുശ്രൂഷ, ഗിഫ്റ്റഡ് ആയിട്ട് കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തുന്ന എത്രയോ ഹൈന്ദവ സമൂഹത്തിൽപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. കർത്താവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതോടുകൂടി അവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. കൃത്യമായ മെസ്സേജ് തരുന്ന, വളരെ ഷാർപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശുശ്രൂഷ നടത്തുന്ന അനേകരുണ്ട്, സ്പിരിച്വൽ കൗൺസിലിംഗ് നടത്തുന്നവർ. അപ്പോൾ കർത്താവിന് മുഖംനോട്ടമില്ല. വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിന് മുഖംനോട്ടമില്ല. നീ ആര് തന്നെയായാലും, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ആര് തന്നെയായാലും, സ്വജാതീയനായാലും വിജാതീയനായാലും, പാപിയാണെങ്കിലും കുറവുള്ളവനാണെങ്കിലും ബലഹീനനാണെങ്കിലും, നീ ആര് തന്നെയാണെങ്കിലും ഹൃദയം കൊണ്ട് അവൻ ദൈവമാണെന്ന് വിശ്വസിച്ച് ജീവിതം കൊണ്ടത് ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ അവനെ വിളിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അതാ വചനം പറയുന്നത്. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞാൽ ആ നാമമാണ് ഒരേ ഒരു രക്ഷയുടെ നാമം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ലോകത്തിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം. നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി നൽകപ്പെട്ട ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം. നിന്റെ ജീവിതത്തിൻ്റെ അതുപോലെ വിശുദ്ധീകരണത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു നാമമുണ്ട്, അത് യേശു എന്ന നാമമാണ്. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വർഗം കനിഞ്ഞ് നൽകിയ നാമം, അത് യേശു എന്ന നാമം. അതുകൊണ്ട് ആ വചനം പറയും, ഈ നാമത്തിൻ്റെ മുമ്പിൽ സകല മുട്ടും മടങ്ങും. ആരൊക്കെ ഈ നാമത്തിൽ അതുപോലെ വിശ്വസിച്ച് ഈ നാമത്തിൻ്റെ ശക്തിയും അധികാരവും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടോ, അവരാരും ഒന്നിനെയും, ഈ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒന്നിനെയും പേടിക്കേണ്ട. ചിലരുടെയൊക്കെ വിഷമം എന്നാണെന്നറിയാം, ചിലരുടെയൊക്കെ പരാതി എന്നാണെന്നറിയാമോ, ചിലരുടെ പരിഭവം എന്നാണെന്നറിയാമോ? ക്രിസ്ത്യാനികളാ, സത്യക്രിസ്ത്യാനികളാ, എല്ലാ ആഴ്ചയും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാ, ഈശോയെ സ്വീകരിക്കുന്നവരാ. പറയുന്നത്, അച്ചോ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം അവർ ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തത് കൊണ്ടാണ്,
അവർ ഞങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നുകൊണ്ട്, കൂടോത്രം ചെയ്യുന്നുണ്ട്, ആഭിചാരം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവവേദലേ, നീ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, അവൻ്റെ നാമത്തിൻ്റെ മുഴുവൻ അധികാര ശക്തിയിലും നീ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഒരു തിന്മയ്ക്കും നിന്നെ തൊടാൻ പറ്റില്ല. ഒരു തിന്മയും നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഒരു അന്ധകാര ശക്തിയും നിനക്കെതിരെ ഉയരുകയില്ല. അതാണ് വചനം പറയുന്നത്. യഥാർത്ഥ ഇസ്രായേലിന്, സംഖ്യ 23:23 വചനം പറയുന്നതാ, യഥാർത്ഥ ഇസ്രായേലിന് ഒരു മന്ത്രവാദമോ ഒരു കൂടോത്രമോ ഒരു ആഭിചാരമോ യേശുകയില്ല. യഥാർത്ഥ ഇസ്രായേലാണോ? സത്യദൈവത്തെ വിളിക്കുന്ന ഇസ്രായേലാണോ? നീ ഇസ്രായേലിൽ മാറിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. നീ സത്യത്തെ ഏറ്റുപറയുന്ന വ്യക്തിയായോ? നീ യേശുവിൻ്റെ നാമം വിളിക്കുന്ന വ്യക്തിയാണോ? യേശുവാണ് ഏക രക്ഷകനെന്നും യേശു മാത്രമാണ് ഏക ദൈവമെന്നും ഏറ്റുപറയുന്ന വ്യക്തിയായിട്ട് നീ മാറിയോ? അവരെ വിളിച്ചപേക്ഷിക്കാൻ നീ തയ്യാറ് എങ്കിൽ നീ രക്ഷ പ്രാപിക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉറപ്പാണ്. ഈ ഉറപ്പിൽ രക്ഷ പ്രാപിക്കപ്പെട്ട, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്കിതുപോലെ ഒരു സാഹചര്യം കർത്താവ് തന്നിട്ട്, സ്വന്തം പുത്രനെ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുഭവത്തിന് വേണ്ടി സ്വന്തം പുത്രനെ നമുക്കായി സ്വർഗം തന്നില്ലേ? ഇതാണ് രക്ഷയുടെ അടിസ്ഥാനം, യേശുക്രിസ്തു. ആ സത്യം ജീവിതത്തിൽ ഏറ്റെടുക്കുക, ആ സത്യം ജീവിതത്തിൽ കൊടുക്കുക, ആ സത്യത്തെ മുൻനിർത്തി ജീവിക്കുക, ഈ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. എന്നാ പ്രശ്നമുണ്ടെങ്കിലും, ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ, ദുർഘടങ്ങളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, പ്രാരാബ്ദങ്ങളിലൂടെ, തകർച്ചകളിലൂടെ, രോഗാവസ്ഥയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നിനക്ക് വിളിക്കാൻ ഒരു നാമമുണ്ട്. അത് മറന്നു പോകരുത്. മറ്റാരെ വിളിച്ചാലും ഒരുപക്ഷെ, മറ്റാരുടെ മുമ്പിൽ മുട്ടുകുത്തിയാലും ഒരുപക്ഷെ ജീവിതം ശരിയാകണമെന്നില്ല. പക്ഷേ സത്യദൈവത്തിൻ്റെ മുമ്പിൽ അവനെ വിളിച്ച് അവൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ വചനം പറയുന്നു, നീ ആരുടെയും മുമ്പിൽ ലജ്ജിതനാകാൻ അവൻ അനുവദിക്കില്ല. അതുകൊണ്ട് വിശ്വസിച്ചേ. ഇവിടെ ഏത് പ്രശ്നം വന്നാലും, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നാട്ടുകാരുടെ മുമ്പിൽ പോയി നിലവിളിക്കാതെ, ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി നിലവിളിക്കാതെ, പരാതി പറയാതെ, പെറുപെറുക്കാതെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് ഓടിയിട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് യേശുവേ എന്ന്, സ്വർഗം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള യേശു എന്ന നാമത്തെ നീ അതുപോലെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതരം കൊണ്ട് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഉറപ്പാ ആ പ്രശ്നത്തിൻ്റെ മേൽ നീ എഴുന്നേറ്റ് നിൽക്കാൻ, നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ആ നാമം നിന്നെ പ്രേരിപ്പിക്കും. അത് ഹൃദയത്തിൽ വിശ്വസിക്കുക, അത് ജീവിതത്തിൽ ഏറ്റെടുക്കുക. തുറന്നു വരുന്ന ആരാധനയുടെ സമയത്ത് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇപ്പോൾ ചേർത്ത് പിടിക്കാം. ആ നാമത്തിൻ്റെ ശക്തിയിൽ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, സൗഖ്യങ്ങളുണ്ട്, വിടുതലുകളുണ്ട്. ഓരോ ദിവസവും ഓരോ ശുശ്രൂഷകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ ധ്യാനത്തിനും കണ്ടുകൊണ്ടിരിക്കുന്ന, ഓരോ ശനിയാഴ്ച കൺവെൻഷനിലും എത്രയോ പേരാ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ. അതുകൊണ്ട് ഈ നാമം സത്യമാണ്. അതുകൊണ്ട് ആ നാമത്തിൽ വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം കൊണ്ട് വിശ്വസിക്കാം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ കൺമുമ്പിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയം വിശ്വാസത്തോടെ, ഹൃദയവിശാലതയോടെ, എളിമയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, കർത്താവെ എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ കാണിക്കണമേ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെയും കൈപിടിച്ചുയർത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യം നമ്മുടെ കൂടെ. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് കർത്താവുണ്ട്. വചനം പറയുന്നില്ലേ, ഇത്രയടുത്ത്, വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്രയടുത്ത് ദൈവമുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാവുള്ളേ? നമ്മുടെ കണ്ണുനീരിന് ഉത്തരം തരുന്ന കർത്താവ്,
നമ്മുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും കുപ്പിയിൽ ശേഖരിക്കുന്ന ഈശോ അവനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? ഇതാ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. വചനത്തിൽ നമ്മൾ കേട്ടു, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് രക്ഷ പ്രാപിക്കാതിരുന്നിട്ടുള്ളത്? ആരൊക്കെ യേശുവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ രക്ഷ പ്രാപിച്ചിട്ടുണ്ട്, അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. അത് വിജാതീയനായിക്കൊള്ളട്ടെ, സ്വജാതീയനായിട്ട് ആരുമായിക്കൊള്ളട്ടെ, അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. അവൻ്റെ നാമം വിളിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഈശോ നമുക്ക് തന്ന നിമിഷമാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ഏതൊക്കെ മേഖലകളിൽ നിനക്ക് അനുഗ്രഹം വേണോ ആ മേഖലകളിലേക്കൊക്കെ വിശ്വാസത്തിൽ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചോളാം. അവൻ്റെ നാമം വിളിച്ചവരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്, എത്രയോ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അവൻ്റെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോയിട്ടും ദൈവമേ എന്ന്, ഈശോയേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായി ഇറങ്ങി കരം പിടിച്ച അനുഭവങ്ങൾ എത്രയോ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഒന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ ഒന്ന് വിളിച്ച്, നിൻ്റെ ജീവിതത്തിൻ്റെ വേദനകളുടെ നടുവിലല്ലേ നീ നിൽക്കുന്നത്? നിൻ്റെ തീരാ ദുഃഖത്തിൻ്റെ നൊമ്പരത്തിൻ്റെ നടുവിലല്ലേ നീ നിൽക്കുന്നത്? മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിലല്ലേ നീ നിൽക്കുന്നത്? നിൻ്റെ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയല്ലേ? നിൻ്റെ ദാമ്പത്യ ജീവിതത്തിന് വിള്ളലുകൾ ഏൽക്കാൻ തുടങ്ങിയില്ലേ? നിൻ്റെ മക്കൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലായില്ലേ? അവരുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ആകുലതകളില്ലേ? അവരെ ഏതവസ്ഥയിൽ എത്തിക്കുന്നോർത്തോട് ഒത്തിരി നൊമ്പരമില്ലേ? വിവാഹം കഴിക്കാത്ത മക്കൾ വീട്ടിൽ നിൽപ്പില്ലേ? ജോലിയില്ലാത്ത മക്കൾ കുടുംബത്തിലില്ലേ? എന്തെല്ലാം വേദനകളിലൂടെ നീ കടന്നു പോവുക. ഈ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുവേ, അവിടുത്തെ നാമത്തിൻ്റെ ശക്തി എന്നിലേക്കും എൻ്റെ ഈ പ്രശ്നത്തിലേക്കും ഇപ്പോൾ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. യേശു നാമത്തിന് എന്നിൽ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒന്ന് വിശ്വസിച്ച്, എൻ്റെ കുടുംബത്തിലേക്ക് യേശു നാമത്തിൻ്റെ ശക്തിക്ക് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, ഏതൊക്കെ വേദനകളിലേക്ക് നിന്റെ കർത്താവിൻ്റെ സ്നേഹം, കരുണ ഒഴുകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ മേഖലകളിലേക്ക് ഈശോയെ കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ച്, നിൻ്റെ ദാമ്പത്യ ബന്ധത്തിലേക്കാണെങ്കിൽ ഈശോയെ കടന്നു വരണം, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ച്, മക്കളുടെ ജീവിതത്തിലേക്കാണെങ്കിൽ ഈശോയെ എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോയെ കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ച്, മാതാപിതാക്കൾ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവിടുത്തെ നാമത്തിൻ്റെ സൗഖ്യം രോഗികളായ എൻ്റെ മാതാപിതാക്കളിലേക്ക് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിച്ച്, തകർന്നുപോയ വഴിമുട്ടി നിൽക്കുന്ന സാമ്പത്തിക മേഖലകളാണ് നിന്നെ ഭാരപ്പെടുത്തുന്നെങ്കിൽ ആ മേഖലകളിലേക്ക് യേശു നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് വിശ്വാസത്താൽ ഏറ്റെടുത്തെന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. ദൈവമേ, ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ അവിടുത്തെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി കടന്നു ചെല്ലട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ യേശു നാമത്തിൽ സംഭവിക്കട്ടെ. തീരാ രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. വിട്ടുമാറാത്ത രോഗപീഠകളും കർത്താവെ സാമ്പത്തിക തകർച്ചകളും യേശുനാമത്തിൽ ഇപ്പോൾ അടിയട്ടെ. ചില ദുശീലങ്ങളിൽ കെട്ടിയിട്ടതുപോലെ കിടക്കുന്ന മക്കൾ ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയിൽ കിടക്കുന്ന മക്കൾ യേശുനാമത്തിൽ ഇപ്പോൾ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി പുറപ്പെട്ട് ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ സ്വന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ, നിന്റെ നാമത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഈശോയെ, അങ്ങ് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ നിയോഗങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തൊട്ട് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,